അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ബറക്കത്തുള്ള ഒരു വീട് ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനു വേണ്ടിയാണ് പലരും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നതും നല്ല ജോലി തേടി പോകുന്നതും. പക്ഷേ വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്തവർ, വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തവർ, വീട് പണി തുടങ്ങി പാതി വഴിയിൽ അവസാനിപ്പിച്ചവർ, വീട് പണിയാൻ പല തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഐശ്വര്യമുള്ളൊരു വീട് ഉണ്ടാക്കാൻ ഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ആമീൻ. ചുരുക്കത്തിൽ വീട് എന്ന സ്വപ്നം പൂവണിയാൻ ചൊല്ലേണ്ട ഏതാനും ദിക്റുകൾ പറഞ്ഞു തരാട്ടോ. വളരെയധികം ഗുണവിശേഷങ്ങൾ നിറഞ്ഞ ദിക്റുകളാണ് പറയാൻ പോകുന്നത്. ഈ ദിക്റുകൾ നാം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം പൂവണിയും. ആദ്യത്തെ ദിക്ർ, യാ ജമിഉ യാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് ഈ ഇസ്മ. ഒരുമിച്ച് കൂട്ടുന്നവൻ, സമ്മേളിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ചൊല്ലേണ്ട സമയം പറഞ്ഞു തരാം. സുബഹി നിസ്കാര ശേഷം യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ 114 തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. രണ്ടാമത്തെ ദിക്ർ, യാ ഫത്താഹു യാ അല്ലാഹ്. വിജയം നൽകുന്നവനെ എന്നാണ് അർത്ഥം. സുബഹി നിസ്കരിച്ച ശേഷം തന്നെയാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത്. ഈ ഇസ്മ ചൊല്ലുമ്പോൾ നമ്മുടെ വലതു കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് 71 തവണ ചൊല്ലുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടഞ്ഞു കിടക്കുന്ന സകല കവാടങ്ങളും തുറക്കപ്പെടും. ഈ ഇസ്മിന് ധാരാളം ഗുണഫലങ്ങളുണ്ട്. മൂന്നാമത്തെ ദിക്ർ, യാ മാലിക്കൽ മുൽക്ക്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ തന്നെയാണ്. രാജാധിരാജൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. 212 തവണ ഈ ഇസ്മ സുബഹി നിസ്കാര ശേഷം തന്നെ ചൊല്ലുക. അപ്പോൾ എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം യാ ജാമിഉ യാ അല്ലാഹ് 114 തവണയും, യാ ഫത്താഹു യാ അല്ലാഹ് 71 തവണയും, യാ മാലിക്കൽ മുൽക്ക് 212 തവണയും ചൊല്ലുക. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം 100 തവണ അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മ ആയ യാ ലറു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലുക. ഉപദ്രവം ചെയ്യുന്നവൻ, പ്രയാസം തരുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. പറഞ്ഞു വന്നത്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ജമിഉ യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്ക് എന്ന ഈ 3 ഇസ്മുകൾ എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം മാത്രം ജുമുഅക്ക് ശേഷം യാ ലറു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലുക. ദുആ ചെയ്യുക. വീടെന്ന സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.